ഓഗസ്റ്റ് 15-ന് തുടങ്ങാനിരിക്കുന്ന ഗാസ വെടിനിർത്തൽ ചർച്ചയ്ക്കിടെ ഇസ്രായേലിനെതിരെ നിലപാട് ഘടിപ്പിച്ച് ഇറാൻ. തെഹ്റാനിൽ വെച്ച് ഹമാസ് രാഷ്ട്രീയ മേധാവി ഇസ്മായിൽ ഹനിയയ്ക്കെതിരെ നടത്തിയ ആക്രമണം ഭീരുത്വമായിരുന്നെന്നും ആ കൊലപാതകത്തിൽ ഇസ്രായേലിനെ ശിക്ഷിക്കാനുള്ള അവകാശം ഇറാനുണ്ടെന്നുമാണ് ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയൻ പറഞ്ഞത്. കഴിഞ്ഞ ദിവസം വത്തിക്കാന്റെ സ്റ്റേറ്റ് സെക്രട്ടറി കർദിനാൾ പിയേത്രോ പരോളിനുമായുള്ള ടെലിഫോൺ സംഭാഷണത്തിൽ ഹനിയയുടെ കൊലപാതകം എല്ലാ മാനുഷിക നിയമപരമായ തത്വങ്ങളെയും ലംഘിച്ചുകൊണ്ടുള്ളതായിരുന്നെന്നും അതിൽ ഇസ്രായേലിനോട് പ്രതികാരം ചെയ്യാനുള്ള നിയമപരമായ അവകാശം ഇറാനുണ്ടെന്നും പെസഷ്കിയൻ പറഞ്ഞു. അതേസമയം കൊലപാതകത്തിൻ്റെ ഉത്തരവാദിത്വം ഇതുവരെ ഇസ്രായേൽ ഏറ്റെടുത്തിട്ടില്ല. ഇസ്രായേലുമായി നേരിട്ടല്ലാതെ നടത്തിയ ഗസ വെടിനിർത്തൽ ചർച്ചകളിൽ ഹമാസിന്റെ പ്രധാന വക്താവായിരുന്നു ഹനിയ. ഇറാൻ സന്ദർശനത്തിനിടെയാണ് ഹനിയയ്ക്കെതിരെ ആക്രമണം ഉണ്ടാകുന്നതും അദ്ദേഹം കൊല്ലപ്പെടുന്നതും. ഇതിനു പിന്നാലെ ഇറാനും ഹമാസും ഇസ്രായേലിനെതിരെ രംഗത്തെത്തുകയും ഈ കുറ്റകൃത്യം ചെയ്തതിന് തങ്ങൾ പകരം വീട്ടുമെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു. അന്തർദേശീയ മാനദണ്ഡങ്ങളും നിയന്ത്രണങ്ങളും അനുസരിച്ച് ആക്രമണത്തിന് വിധേയമായ ഏത് രാജ്യത്തിനും ആക്രമണം നടത്തിയവർക്കെതിരെ പ്രതികരിക്കാനുള്ള അവകാശമുണ്ടെന്നായിരുന്നു IRNA വാർത്താ ഏജൻസിയോട് പെസഷ്കിയൻ പറഞ്ഞത്. നിലവിൽ ഇസ്രായേലിന് ലഭിക്കുന്ന പാശ്ചാത്യ പിന്തുണയും അന്താരാഷ്ട്ര നിശബ്ദതയും കുറ്റകൃത്യങ്ങൾ തുടരാൻ അവരെ പ്രോത്സാഹിപ്പിക്കുകയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഹനിയയുടെ കൊലപാതകത്തിന് പിന്നാലെ ഹിസ്ബുള്ളയുടെ മുതിർന്ന കമാൻഡറെ ഇസ്രായേൽ സൈന്യം കൊലപ്പെടുത്തിയിരുന്നു. ഈ രണ്ട് കൊലപാതകങ്ങളും ഇറാനും ഇസ്രായേലും തമ്മിലുള്ള ബന്ധത്തെ കൂടുതൽ സങ്കീർണമാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഫ്രാൻസ്, ജർമ്മനി, UK എന്നീ രാജ്യങ്ങളിലെ നേതാക്കൾ സംയുക്തമായി ഇറക്കിയ പ്രസ്താവനയിൽ ഇറാനോടും അതിൻ്റെ സഖ്യകക്ഷികളോടും പ്രാദേശിക സംഘർഷങ്ങൾ കൂടുതൽ വർദ്ധിപ്പിക്കുന്ന ആക്രമണങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കാൻ ആഹ്വാനം ചെയ്തിരുന്നു. പെസഷ്കിയനുമായുള്ള ടെലിഫോൺ സംഭാഷണത്തിൽ UK പ്രധാനമന്ത്രി കിയർ സ്റ്റാമർ ഇസ്രായേലിനെ ആക്രമിക്കുന്നതിൽ നിന്ന് വിട്ടുനിൽക്കാൻ ആവശ്യപ്പെട്ടിരുന്നു. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണും ജർമ്മൻ ചാൻസലർ ഒലാഫ് ഷോൾസും അതേ ദിവസം പെസഷ്കിയനുമായി സംസാരിച്ചതായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. രണ്ടുപേരും രാജ്യങ്ങൾ തമ്മിലുള്ള സംഘർഷം കുറയ്ക്കാനാണ് ആഹ്വാനം ചെയ്തത്.